ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ബാബാസിലാണ്. അപ്പം ബാബാസിൽ വന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് ഇവൻറ്റിൻ്റെ. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ ലൈവ് സ്ട്രീമിംഗ് പോയപ്പോൾ നമ്മളൊരു സിംഗിൾ ക്യാമറ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പല രീതിയിലുള്ള ക്ലാരിറ്റി ഇഷ്യൂസും വോയിസ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വയർലെസ് ട്രാൻസ്മിറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സ്വിച്ചറിൻ്റെ ഒന്നിൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മളൊരു നോർമൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ലൈവ് സ്ട്രീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലൈവ് സ്ട്രീമിംഗ് കണ്ട പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാബാസിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് സെറ്റപ്സ് മൊത്തത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാബാസിൽ എത്തിയിട്ടുള്ളത്. സോ നമുക്ക് എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കുറേ സാധനങ്ങൾ ബാബാസ് നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത്രയും പ്രോഡക്റ്റ്സ് മേടിച്ചത്. അപ്പം അതിൽ മെയിനായിട്ട് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലൈവിലൊന്നും നമുക്ക് സ്വിച്ചർ ഇല്ലായിരുന്നു. മെയിനായിട്ട് മൾട്ടിപ്പിൾ ക്യാമറ യൂസ് ചെയ്യാനോ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്നുള്ള ഫൈറ്റ്സ് കാണിക്കാനോ ഒന്നും സ്വിച്ചർ ഇല്ലായിരുന്നു. സോ ബ്ലാക്ക് മാജിക്കിൻ്റെ മിനി പ്രോ IS എന്ന് പറഞ്ഞൊരു സ്വിച്ചർ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവ് സ്ട്രീമിങ് പോകുന്നതിൻ്റെ ഔട്ട്, അതായത് ഓരോ ക്യാമറയുടെ ഔട്ട് നമുക്ക് റെക്കോർഡും കൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ വയർലെസ് ട്രാൻസ്മിറ്റർ, വീഡിയോ ട്രാൻസ്മിറ്ററും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോളിലാൻഡിൻ്റെ പൈറോസ് എന്ന് പറയുന്ന 4K ട്രാൻസ്മിറ്ററാണ് മേടിച്ചിട്ടുള്ളത്. സോ ഇതുവഴി നമുക്ക് മാക്സിമം നല്ല ഫുട്ടേജ്, നല്ല ക്വാളിറ്റി ഫുട്ടേജസ് നമുക്ക് വിത്തൗട്ട് വയേർഡ് അല്ലാണ്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ക്യാമറ എടുത്ത് ഏത് ആംഗിളിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് മെയിനായിട്ട് ഞങ്ങൾ സ്വിച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ കാര്യം. പിന്നെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ചാർജേഴ്സ്, ബാറ്ററി, അങ്ങനെ കേബിൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം നെക്സ്റ്റ് ഒരു ഫൈറ്റ് നമ്മൾ ഈ വരുന്ന 9-ാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്നുണ്ട്. അത് ലൈവ് സ്ട്രീമിങ് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വരും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല ഫൈറ്റ്സും, കേരളത്തിന് പുറത്തായാലും കേരളത്തിനകത്തായാലും ഉള്ള പല ഫൈറ്റ്സും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൈവ് സ്ട്രീമിങ് നമ്മുടെ ചാനൽ വഴി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം നല്ല ഫൈറ്റ്സും ഫൈറ്റേഴ്സിനെല്ലാം എല്ലാവരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ലൈവ് സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ടൈം പർച്ചേസ് ആണ് ഇപ്പോൾ നടന്നത്. സോ ഇനി വരും ദിവസങ്ങളിൽ ഓരോരോ അപ്ഡേഷൻസ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സോ ഇന്ന് ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പൈസ പൊട്ടിയിട്ടുണ്ട്. സോ എങ്കിലും നമ്മുടെ ഔട്ട് നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ലൈവിൽ കാണാം. ബൈ.